നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പറയാൻ വന്നത്, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ചാർട്ട്, ഇതുകൊണ്ട് എന്താണ് യൂസ് എന്നുള്ളത്, ഇതിൻ്റെ ഒരു അക്യുറസി. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ്, അതായത് ലോസ് കുറച്ചുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം, ഹോൾഡ് ചെയ്യാം, കൺസോൾട്ടേഷൻ സോൺ ആണോ, നല്ല ബ്രേക്ക് ഔട്ടാണോ, അത് പോയാൽ എവിടം വരെയൊക്കെ പോകാം, മാക്സിമം ഒരു പ്രോഫിറ്റ് ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് ആണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫോറക്സ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ക്രിപ്റ്റോ, ഏത് സെഗ്മെൻറ്റിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. മന്ത്ലി പ്രീമിയം ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുണ്ട്. അതുകൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ആർക്ക് വേണമെങ്കിലും ചാനലിൽ ജോയിൻ ചെയ്തിട്ട് 2023 മുതലുള്ള വ്യൂസ്, മറ്റുള്ളവരെടുത്തിരിക്കുന്ന പ്രോഫിറ്റ്, പലരും ഇത് പഠിച്ചിട്ടെടുക്കുന്ന പ്രോഫിറ്റുകളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ചാർട്ടിൻ്റെ അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ടെലഗ്രാം ചാനൽ കൊടുത്തിരിക്കുന്നത്, ഒരു അനലൈസേഷന് വേണ്ടിയിട്ട്, ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ. അതുകൂടാതെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾക്കതും കാണാം. ഇതെല്ലാം കണ്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ, മെൻ്റലി ഫിറ്റ് അല്ലാത്തവർ, ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തവർ, രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആവുന്നവർ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലോസാക്കി കളയുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും മെൻ്റലി കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി നല്ല ടെൻഷനുള്ള പരിപാടിയാണ്. അപ്പോൾ ആരോഗ്യം സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ലൈവ് ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. രാവിലെ 9 to 12 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൊരു വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കൂ, ഇവിടെ വിൽക്കൂ എന്നൊന്നും പറയില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണം, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിലേക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം, സ്വന്തമായിട്ട് ചെയ്യാം. സ്വിംഗ് ട്രേഡിനൊക്കെ വളരെ ബെസ്റ്റാണ്. അപ്പോൾ എനിവേ, നമുക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നേരെ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ അനലൈസിലേക്ക് പോകാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ചെറിയൊരു എന്താ പറയണ്ടേ, ഒരു പോസിറ്റീവ് വൈബ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു അപ്പ്, അത് അപ്പോട് കൂടിയ ഡൗൺ ആവാം. സ്റ്റിൽ 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്കാണ് 15 മിനിറ്റ്സിൽ കാണിച്ചിരിക്കുന്നത് തന്നെ. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഏരിയ 23,208, അതിനു മുമ്പ് ഈ ഒരു ബോക്സ്, ആ ഭാഗത്തേക്ക് നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തണം എന്നുള്ളത് നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. എത്താതിരിക്കുമോ അത് സെക്കൻഡറി. സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ.
സി തന്നെ രാവിലെ മൂവ് ചെയ്യണം. മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ്, അതായത് ആദ്യത്തെ മൂവ്മെൻറ്റ് ഗ്യാപ്പ് അപ്പിന് ശേഷം ഡൗണിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ആ സമയം കൊണ്ട് ഈ RSI നേരെ മേളിൽ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ നേരെ താഴത്തോട്ട് ഫാളോ ഔട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ RBIയുടെ എന്തോ ആ ഒരു മീറ്റിംഗ് ഒക്കെ ഇന്നാണോ നാളെയാണോ ഞാൻ ഓർക്കുന്നില്ല, ഇന്നലെ കണ്ട പോലെ തോന്നി. അതുമായിട്ട് ബന്ധപ്പെട്ടും മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്നതിന് ശേഷമായിരിക്കും മെജോറിറ്റി മുമ്പൊക്കെ ഒരു 10 മണി 10:30 11 മണിക്കൊക്കെയാണ് ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ എത്രത്തോളം മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് പിന്നെ ഓപ്പണിൻ്റെ കാര്യം ഇന്നെന്തായാലും ന്യൂട്രൽ ഓപ്പൺ ആണ്. വലിയ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ ഓപ്പൺ ആണ്, കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ്. അപ്പോൾ 22,849 പ്ലസ് ഓർ മൈനസ്, ആദ്യം മൈനസ് നോക്കാം. മൈനസ് ഒരു 375 ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. 22,849 മൈനസ് ഒരു 350 നോക്കാം. 350 22,499, അതായത് 22,500. ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അതേപോലെ അപ്പർ സൈഡിൽ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. 22,524 ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് 22,849 പ്ലസ് 350 23,199 23,208. അവിടെയും എന്തുണ്ട്, ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. പിന്നെ മാർക്കറ്റ് അത്യാവശ്യമായിട്ടൊരു ഡൗണോ അപ്പോ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടം വരെ പോകുന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കാം. ഇപ്പോൾ 2 ലൈൻ നമുക്ക് കിട്ടി ഓൾറെഡി. 22,524 കിട്ടി, 23,208 കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് മാസീവായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഒരു ന്യായമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എവിടം വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കാം. 22,849 പ്ലസ് 139 22,988. അപ്പോൾ 23,000 എന്തെങ്കിലും ഉണ്ടോ? 23,000 നമ്മൾ ഇന്നലെ വരച്ചിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. 23,012 അത് നമ്മൾ ഇന്നലെ വരച്ചു വെച്ചതാണ്. 23,000 റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ മതി. അവിടം വരെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേസമയം ആദ്യത്തെ ഫസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള ഏരിയ ആണ്. ഇനിയിപ്പോൾ അത് തന്നെ താഴത്തെ എങ്ങനെയായിരിക്കും? 22,849 മൈനസ് 139 22,700 ഏകദേശം കൂട്ടാം. ഇപ്പോൾ 22,700 എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമല്ലോ. ഓക്കെ ഉണ്ട്. 22,700 ഒരു സപ്പോർട്ട് ലൈനും ഉണ്ട്. അപ്പോൾ 139. അപ്പോൾ 22,300 22,700 സിയിൽ നല്ല റേറ്റാണ്. 22,700 22,800 22,900. അപ്പോൾ 22,800 സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. അനുകൂലമായിട്ടാണ് RSI കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിയുടെ കേസിൽ 22,300 നോക്കാം. മറ്റേ ശരിക്കും 22,700 സി ആണ് നോക്കേണ്ടത്. പിന്നെ ഇത്തിരി റേറ്റ് കൂടുതലായത് കാരണം അങ്ങനെ വെച്ചേക്കുവാണ്. 22,800 23,000 9,13 ആയിട്ടുണ്ട്.
അപ്പോൾ 2 മിനിറ്റിൽ RSI താഴത്തോട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പിയിൽ RSI ഓൾമോസ്റ്റ് ഡൗണിലാണ്, ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല. ഇവിടെയും താഴത്തോട്ട് ഗ്രീനിലേക്ക് ക്രോസ് ഓവർ വന്നിട്ടില്ല. അപ്പോൾ ഗ്രീനിലേക്ക് മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ മൂവ്മെൻറ്റ്. ഇത് മാക്സിമം എവിടം വരെ പോകാം? 330. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 272 എന്നുള്ളത് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്കാണെങ്കിൽ 288 വരെ കിട്ടും. 288 ബ്രേക്ക് ചെയ്താലാണ് പിന്നെ പോണത് 300ലേക്കായിരിക്കും. 300 ബ്രേക്ക് ചെയ്താലാണ് 330ലേക്ക് പോകത്തുള്ളൂ. നേരെ മറിച്ച് പിയിലാണെങ്കിൽ ഇനിയൊരു ക്രോസ് ഓവർ വന്നിട്ടേ തീരുമാനമാകത്തുള്ളൂ. ഒമ്പത് 14 315 ബ്രേക്ക് ചെയ്താൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 324ലേക്കായിരിക്കും. RSI ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് നിലവിൽ. മുന്നൂറ്റി 325. ബ്രേക്ക് ചെയ്താൽ മേളത്തെ വൈറ്റ് ലൈനിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ആദ്യത്തെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഇപ്പോൾ നടന്നിട്ടുള്ളൂ. RSI ക്രോസ് ഓവറാണ്. ഇത് ഗ്രീനിലേക്ക് കയറണം. ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകണം. 220-ന് 215-ന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. അപ്പം അതിൽ ഇന്നലത്തെ പോലെ തന്നെ താഴത്തോട്ട് SMA ടച്ച് ചെയ്താണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് C ആണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്. അത് താഴത്തോട്ട് വന്നാൽ 22,766ലേക്കായിരിക്കും മാർക്കറ്റ് പോരുന്നത്. അപ്പോൾ ഇനി സേഫ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 325 ബ്രേക്ക് ചെയ്താൽ 330ലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. RSI സ്റ്റിൽ ഇത് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ 330 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പിന്നെയും പോകും. 325 ബ്രേക്ക് ചെയ്താൽ 330. 325 ബ്രേക്ക് ചെയ്താൽ അത് 387 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 325 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ആ കുറച്ചേരും കൂടെ സൂം ചെയ്തിട്ടിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ അത് കിട്ടിപ്പോയേനെ. $325 ബ്രേക്ക് ചെയ്താൽ വളരെ സ്ട്രോങ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 387ലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇവിടെ എന്താ സംഭവം? RSI കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ 245 എന്നുള്ളത്. അതിന് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോവാം. 210 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. 210 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് വരുള്ളൂ. 270 ബ്രേക്ക് ചെയ്താൽ 280ലേക്ക് 80 ബ്രേക്ക് ചെയ്താൽ 288 ബ്രേക്ക് ചെയ്താൽ 330ലേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. ഇന്ന് രാവിലെ കൺസോൾട്ടേഷൻ നമ്മൾ വെറുതെ ധൃതി പിടിച്ചിട്ടൊരു എൻട്രി എടുക്കേണ്ട കാര്യമില്ല. ഒരു 10-10:30 ആകുമ്പോഴേ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷനായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 2 മിനിറ്റിൻ്റെ RSI താഴത്ത് പോയിട്ട് തിരിച്ച് ക്രോസ് ഓവർ ആകുമ്പോഴായിരിക്കും സിയിൽ മെജോറിറ്റി മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്. 246, 50 തൊട്ട് 53 വരെ എന്തായാലും കിട്ടും. 55 വരെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. 252, 255 വരെ ഓൾമോസ്റ്റ് ഡണ്ണാണ്.
കാരണം 250 to 53 ഒരു റിജക്ഷൻ ഏരിയ ആണ്. ആ 50 to 53 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ 247ലാണ് കൺസോൾട്ടേഷൻ. 250 ബ്രേക്ക് ചെയ്താൽ 54ലേക്കേ പോകത്തുള്ളൂ. 56 മാറിയിട്ടുണ്ട്. ഇവിടെ മെജോറിറ്റി കൺസോൾട്ടേഷനാണ്. വെറുതെ ഇവിടെ ധൃതി പിടിച്ചൊരു എൻട്രി എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ RSI അപ്പർ സൈഡിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അത് സപ്പോർട്ട് എടുക്കാനായിട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് നല്ല രീതിയിൽ ഡൗൺ ആവുകയാണെങ്കിൽ ഒരു പണി അവിടെ നിന്ന് കൊടുക്കാം. അതായത് ചിലപ്പോൾ താഴത്തോട്ട് 290ലേക്ക് ഒരു സഡൻ ഫാൾ വരും. അങ്ങനെ സഡൻ ഫാൾ വന്നാൽ അവിടെ നിന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. 320 ബ്രേക്ക് ചെയ്താൽ 333ലേക്കുള്ള ഒരു സേഫ് റണ്ണ് മാത്രമേ ഉള്ളൂ. കൺസോൾട്ടേഷനാണ്, എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് തിരിയാം. പിന്നെ ഒരു സേഫായിട്ടുള്ള സോണെന്ന് വെച്ചാൽ 315 തൊട്ട് 320 വരെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ്. നമ്മൾ പറഞ്ഞത് 291ലേക്ക് മാർക്കറ്റ് ഡൗൺ ആയി. അപ്പോൾ അപ്പുറത്ത് 250 മുതൽ 54 വരെ, 54, 56, 50 തൊട്ട് 56. ആ 56 എന്നുള്ളത് ഇപ്പുറത്ത് 290 ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പുറത്തോട്ടുള്ള ഡമ്പാണ് അപ്പുറത്ത് പ്രോഫിറ്റബിൾ ആയത്. അപ്പോൾ 250, 258, 290. $290.51 ടച്ച് ചെയ്യണം. അപ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്ത് 250 മുതൽ 275, അത്രയും മതി, 60 വരെ കിട്ടിയിട്ടുണ്ട്. 75 ബ്രേക്ക് ചെയ്താൽ 88ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇപ്പുറത്ത് ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ സി പറന്നായിരിക്കും 288ലേക്ക് പോകുന്നത്. 280, 285, 288. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുണ്ട്, അതിനായിട്ടാണ് ഈ പാടുപെടുന്നത്. 280 ആയിട്ടുണ്ട്. 282, 285 ബ്രേക്ക് ചെയ്താൽ 88ലേക്കായിരിക്കും മാർക്കറ്റ് പോണേ. കാരണം ഇവിടെ ഈ ബ്ലൂ ലൈൻ്റെ അവിടെ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടം വരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആദ്യത്തെ റിജക്ഷനിൽ നിൽക്കണേ. ഇവിടെ നിന്ന് ഒറ്റ ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് വന്നാൽ 273ലേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ ലൈൻ ഞാൻ മാറ്റി വെക്കാം. അത് ഞാൻ അതിനകത്ത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. പോട്ടെ, 288. ഇതിൻ്റെ ഓപ്പൺ 294 ആണ്. പോരട്ടെ, കുറച്ചും കൂടെ പോരട്ടെ. 285, 289, കുറച്ചും കൂടെ പോരട്ടെ. 294 വരെ പോകേണ്ടതാണ്. പോരട്ടെ, കുറച്ചും കൂടെ, ഒരു വിക്കും കൂടെ അടിച്ചാൽ മതി. 290, 291 ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്നു. 297. ഇവിടെ നിന്നുള്ള ഒരു മൂവ്മെൻറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 320ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അത് 330ലേക്ക് വരെ പോവാം. അപ്പോൾ ഒരു 290 ഈ ഭാഗത്ത് നമുക്ക് 300 ഭാഗത്തൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയമൊന്നുമില്ല. ഇവിടെ ഡോജി ക്യാൻഡിലായാൽ അപ്പോൾ നമ്മൾ എവിടെ തൊട്ടാണ് 250 മുതൽ 307. അപ്പോൾ 50 പോയിന്റിൽ ലോക്ക് ചെയ്യാം. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വന്നു, അതിനുശേഷമാണ് ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 340ലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഇവിടെ 306 വരെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. 250 മുതൽ ഫസ്റ്റ് നമ്മൾ 250 ആയിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു എൻട്രി പറഞ്ഞത്. ആ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് ഇവിടം വരെ പോയിരിക്കുന്നത്. ഇവിടെ നിന്നൊരു അപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 390
330 വരെ മാർക്കറ്റ് മൂവ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഫസ്റ്റ് ട്രേഡ് 60 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ ആണ്. 60 അല്ല, 300 നോട്ട് സംതിങ് ഒക്കെ ഉള്ളൂ. 307 എന്തായാലും അത് ഏകദേശം ഒരു 319 വരെയൊക്കെ മാർക്കറ്റ് പോകേണ്ടതാണ്. കാരണം 290ൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഹൈ കൂടെ ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ വിക്ക് 319ലേക്കോ 330ലേക്കോ മാർക്കറ്റ് പോകണം. നമ്മളത് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ സ്ട്രഗിൾ വരുന്നത്. ഈ ഒരു ഭാഗം ഏകദേശം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ റീക്രോസ് ഓവർ ആവുന്നുണ്ട്. അതിനുശേഷം അപ്പുറത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് പോയത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ചിട്ട് തീരുമാനിക്കണം. അവിടെ RSIനെ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞത് ഈ ക്രോസ് ഓവറിന് താഴത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് നല്ല വോളിയത്തോടു കൂടി മുകളിലോട്ട് പോകാം എന്നാണ് നമ്മൾ പറഞ്ഞത്. 305ൽ ഓൾറെഡി ലോക്ക്ഡ് ആണ്. ഇനി പ്രീവിയസ് ക്യാൻഡിലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ 310 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും, 330ലേക്ക് മാർക്കറ്റ് മൂവ് ആവും. ഇന്നലെയും ഇങ്ങനെയായിരുന്നു. ഈ സമയത്ത് ഒരു സ്റ്റക്ക് വന്നിട്ടുണ്ടായിരുന്നു. RSI സ്റ്റിൽ 15 മിനിറ്റ്സിൽ അപ്പർ സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടുത്തെ SMA ടച്ച് ചെയ്ത് അറ്റ് എ ടൈമിലാണ് എൻട്രി പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ നമ്മളുടെ ആഗ്രഹപ്രകാരം 23022ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. റിവേഴ്സ് ആവുക പ്രീവിയസ് ഡേയുടെ ഹൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 23022ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഫ്യൂച്ചറിലും 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്കാണ്. ഇവിടെ 23,000 ടച്ച് ചെയ്യാനായിട്ട് നിപ്പുണ്ട്. ഒരു ടിപ്പായിട്ട് 23,000 ടച്ച് ചെയ്യാനായിട്ട് നിപ്പുണ്ട്. ഇനി 9:30ക്ക് ശേഷമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. 22,965 ആയിട്ടുണ്ട്. 22,975 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോകണം. 22,934 ആയിട്ടുണ്ട്. നമ്മളൊരു 135 പോയിൻ്റാണ് നോർമലായിട്ടുള്ള മൂവ്മെൻറ്റിൽ പ്രതീക്ഷിക്കുന്നത്. 933 70 പോയിൻ്റ്. അപ്പോൾ അടുത്തതിലൊരു സ്ട്രഗിൾ വരും. 22,937 റിജക്ഷനാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ പോകണം, 22,970 വരെ പോകണം. 937 ഇപ്പോൾ 22,924 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 27 അടുത്ത ക്യാൻഡിലിൽ ആദ്യം ഒരു ലോ വരും. അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ സിയിൽ 325 വരെ പോകാനുള്ള സ്പേസ് കിടപ്പുണ്ട്. 305ലാണിപ്പോൾ. അതെന്തോ ഒരു സ്റ്റക്ക് കാണുന്നുണ്ട്. ഞാൻ മൊബൈലിൽ ആ സ്ട്രൈക്ക് ഒന്ന് നോക്കട്ടെ. 22,800 നമ്മുടേത് മൂവ്മെൻ്റ് എവിടം വരെ ആയിന്ന് നമുക്ക് ഇതിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. 139 ഇപ്പോൾ 104ലാണ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത്. അടുത്ത 15 മിനിറ്റ്സിലാണ് 312 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഓൾമോസ്റ്റ് ഡണ്ണാണ്. 22,800 320 വരെ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരച്ചിട്ടത് 330 318 നമ്മൾ ഓൾമോസ്റ്റ് വരച്ചിട്ടത്. 2 മിനിറ്റിൽ ഏതാണ്ട് ഇപ്പോൾ 297 നിൽക്കുന്നത്. 320 വരെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്.
320 ബ്രേക്ക് ചെയ്താൽ 330 കൂടെ മാർക്കറ്റ് പോകാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫസ്റ്റ് ട്രേഡ് ഡണ്ണാണ്. ഞാനതാ സ്റ്റക്ക് ആയതുകൊണ്ട് അത് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 250, നമ്മൾ എത്രയിലായിരുന്നു എൻട്രി എടുത്ത്? 250. 2 മിനിറ്റിൽ മൂവ്മെൻറ്റ് 250 തൊട്ടാണ് മാർക്കറ്റ് 320 വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 60 പോയിൻറ്റ്സ് അടുത്തായിട്ടുണ്ട്. 330 ഞാൻ മാർക്ക് ചെയ്ത് വിടാം, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യില്ല. ഇപ്പം ഇനിയിപ്പോൾ 9:30, ഇനി കുറച്ച് ഡൗൺ ഒക്കെ വന്നിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ 320 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കിനി മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് മാർക്കറ്റ് വന്നത്. ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് വന്നിട്ട് എന്തുകൊണ്ട് താഴത്തോട്ട് പോയി എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഹിറ്റ് ചെയ്യാനായിട്ട് മിച്ചമുള്ളത് കൊണ്ടാണ് ഇവിടെ താഴത്തോട്ട് പോയത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ RSI കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് തിരിച്ച് താഴത്തോട്ട് പോകുമ്പോൾ ഇത് 320 ബ്രേക്ക് ചെയ്ത് പിന്നെയും മുകളിലോട്ട് പോകണം. കാരണം 15 മിനിറ്റ്സിൽ 22,955 ടച്ച് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്പേസാണ് ക്യാൻഡിൽസിൻ്റെ. ആ വാക്വം സ്പേസ് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ്, അതായത് 9:35 ക്യാൻഡിൽ 9:45 വരെയുള്ള 15 മിനിറ്റിൽ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ 22,900, അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 22,955 ബ്രേക്ക് ചെയ്താൽ 23,022 പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റും ആദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം തന്നെ ഓപ്പൺ ചെയ്തിട്ട് താഴത്തോട്ട് വരും. ഇവിടെ പക്ക, അതായത് RSI അപ്പർ സൈഡിലേക്കാണ് 15 മിനിറ്റ്സ് ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2 മിനിറ്റ് ഓപ്പോസിറ്റ് പോയതും. ഇവിടെ പക്ക സപ്പോർട്ടാണ്. ശരിക്കും ഈ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ടൊരു എൻട്രി നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. കാരണം ഇവിടെ 215 എന്നൊക്കെ ഈസി ആയിട്ട് എൻട്രി കിട്ടേണ്ടതാണ്. ഈ ലോ വന്ന് ടച്ച് ചെയ്ത് അറ്റ് എ ടൈമിൽ ഇവിടെ നമുക്ക് എൻട്രി കിട്ടേണ്ട. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യണം, അനലൈസ് ചെയ്യണം, വരക്കണം. ഇതെല്ലാ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഓൾമോസ്റ്റ് എൻട്രി എടുക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. 9:30 ആയപ്പോൾ തന്നെ, മിക്കവാറും 9:30 ആകുമ്പോൾ തന്നെ നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാ ടാർഗറ്റും മാർക്കറ്റ് റീച്ച് ചെയ്തിട്ട് ഇനി റീച്ച് ചെയ്യാനുള്ളത് 329ആണ്. അത് നമുക്ക് ഫ്യൂച്ചർ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. RSI ഇനിയിപ്പോൾ മേളിലോട്ട് വന്നൊരു ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ 23,000 വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. ഇത് പ്രീവിയസ് ഡേയുടെ ഹൈയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ് അവിടെ കഴിഞ്ഞത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അറ്റംപ്റ്റിൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇനി പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 23,062 ആ ഭാഗം വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യും. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്ക്, ഇത് ക്രോസ് ഓവർ ആവാതെ നമ്മൾ വേറെ ഒരു പരിപാടിക്കും ഇനിയില്ല. ഉണ്ട് ഇവിടെ RSI ക്രോസ് ഓവറായി. അപ്പോൾ RSI നോക്കുമ്പോൾ ചുമ്മാ RSI മാത്രം നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പണി കിട്ടാം. ഈ RSI നേരെ ട്രേഡിംഗ് വ്യൂവിലിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചാർട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഈ RSI നേരെ എടുത്ത് ട്രേഡിംഗ് വ്യൂവിലിടും. പക്ഷെ അവിടെ RSI ഇവിടെ മേളിലോട്ട് പോയപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇവിടെ താഴത്തോട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ RSIനെ എപ്പോഴും വിശ്വസിക്കേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് അത് ആക്ടിവേറ്റ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് വേണം, ചെയ്തുള്ള പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു വ്യക്തിയോട് എടുക്കാനും പറയുന്നില്ല, ഒരു വ്യക്തിയോട് വിൽക്കാനും പറയുന്നില്ല. നമ്മളിവിടെ പറയുന്നത് അനലൈസിങ് മാത്രമാണ്. 320 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റിൽ ഇനി മൂവ്മെൻറ്റും ഇല്ല. ഇനി ഇവിടെ ഒരു പ്രോഫിറ്റബിൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഒരു മൂവ് കിട്ടണം. ഏകദേശം ഇതിപ്പോൾ താഴത്തോട്ട് വരും. ഇതിപ്പോൾ SMA എന്തായാലും മുട്ടണം. ഇപ്പോൾ ഇവിടെ എന്തായാലും പ്രോഫിറ്റാണ്.
ചുമ്മാ ഒരു സാധനം ഇവിടെ എടുത്തങ്ങ് ഇട്ടേക്കാം. കാരണം ഇവിടെ മഞ്ഞ ലൈൻ മുട്ടാനുണ്ടേ. ഒരു ലോട്ടല്ലേ, ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. 100 രൂപയെങ്കിൽ 100 രൂപ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ മഞ്ഞ ലൈൻ മുട്ടാനുണ്ട്. മഞ്ഞ ലൈൻ ബ്രേക്ക് ചെയ്താൽ 288 മുട്ടും. 288 ബ്രേക്ക് ചെയ്താൽ 295 മുട്ടും. എൻട്രി 275. 100 രൂപയെങ്കിൽ 100 രൂപ. 10 ലോട്ടാണെങ്കിൽ 1000 രൂപ. 600 രൂപ, 700 രൂപ, 970 രൂപ. ഒരു തരം 116, 283 ടാർഗറ്റ്, 120 രൂപ, 143 രൂപ. 10 ലോട്ടാണെങ്കിൽ കണക്ക് കൂട്ടാം, 1100 രൂപ, 1380 രൂപ, 1480 രൂപ, 1560 രൂപ, 1950, 2200, 2300. ഓക്കെ, സെൽ. അത് എന്താ പറയണ്ടേ, അത് ഡിസിപ്ലിൻ ട്രേഡിങ്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത സാധനം 288 പോകും. അപ്പോൾ 2300 രൂപ. പരിപാടി ഡൺ. ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണായി. എത്ര മിനിറ്റിൽ? 2 മിനിറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിലിൽ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് വരുന്നു. അപ്പോൾ എന്താ ചെയ്യണ്ടേ, അവിടെ മുട്ടിയ അറ്റ് എ ടൈമിൽ സീൽ എൻട്രി എടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് കിട്ടിയിരുന്ന ആ പോയിന്റ് എന്ത് ചെയ്യാം, ഇപ്പുറത്ത് നമുക്ക് ലോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പോയിൻ്റായി കണക്ക് കൂട്ടാമല്ലോ. 297 എൻട്രി എടുത്താൽ 303 പോയിന്റാണ് നിൽക്കുന്നത്. കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും പ്രശ്നങ്ങളില്ല. അവിടെ കൺസോൾട്ടേഷനാണ്. അത് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് കയ്യും കെട്ടിയിരിക്കാം 15 മിനിറ്റ്സ് ലോക്ക് ആവുന്നവരെ. അപ്പോൾ നമ്മൾ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് അപ്പാണ് കിടക്കണേ. അതിനിടക്ക് ഇവിടെ ഒഴുക്കിനെതിരെയാണ് നീന്തിയത്. അതിനധികം വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നേരെ ഇവിടെ കയറേണ്ട സ്ഥലത്ത് കയറി, ഇറങ്ങേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഇറങ്ങി നേരെ ഇപ്പുറത്ത് വന്നൊരു പണി നടത്തി. അതെന്തുകൊണ്ടാണ്? ഇവിടെ വൈറ്റ് ഡോട്ടാണ്. ഈ വൈറ്റ് ഡോട്ടിൽ ഇവിടെ സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്, SMA റെസിസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര പോയിന്റ് കിട്ടി? ആ പോയിന്റ് 10 ലോട്ടിൽ കണക്ക് കൂട്ടിയ 2000 രൂപ, 2100 രൂപ. ഇവിടെ എൻട്രി എടുത്തിട്ട് ഒരു 500 രൂപ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇവിടെ എത്ര കിട്ടി? ഓപ്പൺ സ്പേസിൽ എത്ര കിട്ടി? വേണ്ട, 300 നിന്ന് കൂട്ടിയാലും 309 പോയിന്റാണ്. അത് ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് കയ്യും കെട്ടിയിരുന്നാലും സാധനം പറന്ന് എന്ത് ചെയ്യും, മേളിലോട്ട് പോകും. 9:39. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പ്രോഫിറ്റ് എടുക്കാം. ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ അതാണ് പറഞ്ഞത്, നമുക്കൊന്നാമത് കോൺഫിഡൻസ് ലെവൽ വേണം, എക്സ്പീരിയൻസ് വേണം, ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു ഇല്ലാന്നുണ്ടെങ്കിൽ 320 ബ്രേക്ക് ചെയ്ത് സാധനം എങ്ങോട്ട് പോകും? ഇവിടെ ടച്ച് ചെയ്യാനുണ്ട്. RSI 50 ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്, അപ്പർ സൈഡിലേക്കാണ് പോണത്. അത് നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 23,022 മാർക്കറ്റ് പോകും. അപ്പോൾ അതാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക. നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയ ഈ 50 മിനിറ്റ്സ് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ, ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇല്ലെങ്കിൽ 50 മിനിറ്റ്സ് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ ഹോൾഡ് ചെയ്യാം. ഓൾറെഡി നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടുവാണെങ്കിൽ മാസീവായിട്ട് കിട്ടണം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചാലും കുഴപ്പമില്ല. ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ചിലപ്പോൾ 285 വരും. നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനാണെങ്കിൽ നല്ല രീതിയിൽ സാധനം താഴത്തോട്ട് വരും. നല്ല രീതിയിൽ താഴത്തോട്ട് വന്നാൽ 286 ടച്ച് ചെയ്യണേ. 299 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 286 സപ്പോർട്ട് എടുക്കും. നമുക്കവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഓൾറെഡി ഇവിടെ പ്രോഫിറ്റബിൾ ആണ്.
രാവിലത്തെ മൂവ്മെൻറ്റിൽ പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോൾ ഇവിടെ മാക്സിമം ഇനിയുള്ള കംപ്ലീറ്റ് പരിപാടിയും കോസ്റ്റ് ടു കോസ്റ്റാണ്. ഒരു കാരണവശാലും പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ഇനി പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 282 ബ്രേക്ക് ചെയ്യണം. 282 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 298 ഒരു മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് കയറേണ്ട സ്ഥലത്ത് കയറി. ഇപ്പം ഈവൻ ഈ 280 299 299 തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമൊന്നുമില്ല. കാരണം ഇവിടെ കറക്റ്റായിട്ട് റിജക്റ്റ് ആവുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇവിടം വരെ ചെന്നു, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും. നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ 292 ആണ്. 292 തന്നെയാണ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക. അത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചാൽ നമ്മൾ രണ്ടാമതൊരു അപ്ലൈ ചെയ്യുന്നത് ഈ SMA താഴെ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഈ സാധനം ഇവിടെ നിന്ന് ബ്രേക്കൗട്ടായി പോയി കഴിഞ്ഞാൽ സാധനം പറക്കും. നല്ല രീതിയിൽ സിയിൽ ഒരു 100-150 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് സിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മേളിൽ ആളുകൾ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് താഴത്തോട്ട് വരും. ഞാൻ ഉദ്ദേശിക്കുന്നത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ടൊരു വലിവ് വരും. അപ്പോൾ അങ്ങനെ വലിവ് വരികയാണെങ്കിൽ നമുക്കൊരു 2 പോയിന്റിൽ ലോക്ക് ചെയ്തെടുത്തിട്ട് ആ 2 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വിട്ടുകൊടുത്താലും പ്രശ്നങ്ങളില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം താഴത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മേളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിയിലും പിയിലും ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ 307 എൻട്രി എടുക്കുക, 284 ഒരു 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഇവിടെ എന്താ 267 എൻട്രി എടുക്കുക, 57 10 67 ഒരു 15 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് 290 വരെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 20 പോയിന്റ് കിട്ടി. അപ്പോൾ ഇവിടുത്തെ മൂവ്മെൻറ്റാ 305 നിന്ന് 330 വരെ കിട്ടിക്കഴിഞ്ഞാൽ 20 പോയിന്റ് പ്രോഫിറ്റായി. അപ്പോൾ രണ്ടിൽ നിന്നും 5 പോയിന്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ 15 പോയിന്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ അത്രയും വേണ്ട. 304 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 384 15 പോയിന്റ് കൂട്ടിയിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു 30-35 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കയറ്റിയിട്ട് അങ്ങ് ലോക്ക് ചെയ്താൽ അങ്ങനെയും കിട്ടും 5 പോയിന്റ്. ഞാൻ അങ്ങനെ നേരത്തെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്യും. കാരണം ലോഡ് സൈസ് ഒരു 15 ക്വാണ്ടിറ്റി വെച്ചെടുത്തിട്ട് എനിക്ക് 5 പോയിന്റ് മതി. 15 ക്വാണ്ടിറ്റി എടുക്കുമ്പോഴത്തേക്കും 750 രൂപ. 750 എന്ന് പറയുമ്പോൾ 3500 രൂപ കിട്ടും. അങ്ങനെ 5 പോയിന്റ് എടുത്തിട്ട് മാറും. അതായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ മനസ്സിലുണ്ടാവണം. ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും, മറ്റേത് പക്ഷേ ടാർഗറ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 20 പോയിന്റ് ടാർഗറ്റ്, 15 ലോട്ട് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഡെയിലി ടാർഗറ്റ് 3500 രൂപ. അവിടെ പരിപാടി നിർത്തിക്കോണം. അല്ലെങ്കിൽ പിന്നെ ആ 5 പോയിന്റ് എന്നുള്ളത് 10 പോയിന്റിന് മേളിലോട്ട് പ്രോഫിറ്റ് പോയി കഴിഞ്ഞാലും 5 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കും. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൂവ്മെൻറ്റ് കിട്ടാനുള്ള 283 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അതാണ് ഇവിടെ RSI വീണ്ടും ഒരു ക്രോസ് ഓവർ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. 275 ബ്രേക്ക് ചെയ്താൽ 283 90 വരെ വരും. ഇവിടെ 292 എന്നുള്ള SMA ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇവിടെ വൈറ്റ് ലൈനും ടച്ച് ചെയ്യാനുണ്ട്. അതായത് 270 ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് താഴത്തോട്ട് വന്നാൽ ഡെഫിനറ്റ്ലി 270 വരും. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളൊരു 10-15 പോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിലെ മേളിലൊക്കെ ആണെങ്കിലും റെഡ് ലൈൻ വന്നുകൂടായികയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്. അതേപോലെ ഫ്യൂച്ചറിൽ RSI 50ലാണ് നിൽക്കുന്നത്. ഇവിടെ മിച്ചം ടച്ച് ചെയ്യാനുണ്ട് കേട്ടോ. 23,000 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഓപ്പൺ വിക്ക് ക്രിയേറ്റ് ആയിട്ടില്ല. ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ താഴത്തോട്ട് വന്നാലും 22,925 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്.
അതിന് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ പീനെ പറ്റി ആലോചിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ താഴത്തോട്ട് വന്നാലും നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ചൊന്ന് മുകളിലോട്ട് പോകണം. ഇപ്പോൾ 40 മിനിറ്റായി, 1 മണിക്കൂർ തീർക്കണം. ഇപ്പോൾ 275 എന്നുള്ള ഭാഗമാണ് നിൽക്കുന്നത്. 275 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ കൺസോൾട്ടേഷനാണ്. ഇതൊരു പിൻബാർ പോലെ വന്നിട്ടുമുണ്ട്. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 275 ബ്രേക്ക് ചെയ്താലാണ് സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. പിന്നെ ഒരുപാട് മെത്തഡോളജി ഇതിനകത്തുണ്ട്. ഇപ്പോൾ 15 ലോട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ മുട്ടുമ്പോഴത്തേക്കും ഈ റെഡ് കാണുമ്പോൾ എന്ത് ചെയ്യാം, അതിലൊരു 5 എണ്ണമൊക്കെ കൊടുക്കാം. അതൊക്കെ അപ്പോഴത്തെ ഡിസിഷൻ മേക്കിങ്ങിനെ മേക്ക് ചെയ്തിരിക്കും. ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. പഠിക്കുന്ന ഒന്നാണെങ്കിലും നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഡിഫറൻസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. കാരണം ഇങ്ങോട്ട് സ്ഥലത്ത് പക്ക കൺസോൾട്ടേഷനാണ്. ഇവിടെ ഗ്രീനും റെഡും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ പറഞ്ഞ അതേ രീതിയാണ്. കാരണം ഇവിടെ ഇതിന് പുറത്തേക്ക് പോവാതെ മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് ഇല്ല. ഇവിടെ 285 മുകളിലോട്ട് പോയാലാണ് സേഫ് മൂവ്മെൻ്റ് ഉള്ളൂ. 260 താഴത്തോട്ട് വന്നാൽ മാത്രമേ ഫാൾ ആവുള്ളൂ. ഇന്നലത്തെ സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തൊരു ക്യാൻഡിൽ ഉണ്ടായി. അതിനുശേഷം നമ്മൾ പറഞ്ഞു താഴത്തേക്കൊരു ഫാള് വരും. ആ ഫാളാണ് ഇവിടെ ചെറിയൊരു അപ്പിലേക്ക് മാർക്കറ്റ് മൂവ് ആയത്. ഹയർ ടൈം ഫ്രെയിം ടോപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒഴുക്കിയതിനെതിരെ നീന്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ എൻട്രി എടുത്തിട്ടാണെങ്കിലും ആദ്യത്തെ ടാർഗറ്റിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാനോ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സേഫ് സോൺ 290 ബ്രേക്ക് ചെയ്താലാണ് ഒരു സ്മാർട്ട് റണ്ണിങ് മാർക്കറ്റിൽ കിട്ടുള്ളൂ. 260 താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഒരു സ്മാർട്ട് ഫാൾ ഉണ്ടാകത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ 270 താഴത്തോട്ട് പോയാലാണ് സിയിൽ ഫാൾ ഉണ്ടാവുള്ളൂ. 320 മേളിൽ പോയാൽ മാത്രമാണ് അപ്സൈഡ് ഉണ്ടാവുള്ളൂ. ഇതിനുള്ളിൽ സ്കാൽപ്പിങ് മാത്രമേ മാർക്കറ്റിൽ നടക്കുകയുള്ളൂ. ഇവിടെ ഡോജി ക്യാൻഡിൽ അല്ല, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലത്തെ സെയിം പ്രൊസീജിയറാണ്. 2295 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,000 പോകത്തുള്ളൂ. ഈ ഒരു 22,857 മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 22,766 ഫാളാവും. സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോറി, ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ ഇവിടെ തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 10:45 കഴിയുമ്പോഴായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് വന്നു, ഒരു 5 ക്യാൻഡിലെങ്കിലും കൺസോൾട്ടേഷൻ, 5 തൊട്ട് 10 ക്യാൻഡിൽ വരെ. അതായത് ഇവിടെ വൈറ്റ് കളറാണ്, ഇവിടെ റെഡ് കളറാണ്. ഈ വൈറ്റ് കളർ റെഡ് കളർ ആയിക്കഴിഞ്ഞാൽ 5 to 10 ക്യാൻഡിൽ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള കൺവെർട്ട്, അതായത് ഈ കളർ ചേഞ്ച് ആവും. അതങ്ങനെയാണ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് നോർമൽ കൺസോൾട്ടേഷനാണ്. ഹാർഡ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ മിനിമം ഒരു 10 ക്യാൻഡിലെങ്കിലും ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷമുള്ള ബ്രേക്കൗട്ട് ക്യാൻഡിൽ അതിന് പുറത്തേക്ക് ഒരു 75% എങ്കിലും മൂവപ്പായി നിന്നാൽ മാത്രമാണ്, അതായത് ഈ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഏകദേശം ഒരു 29,900 അല്ലെങ്കിൽ 29,980 ഭാഗം വരെ ക്ലോസ് ചെയ്ത് നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കൗട്ടിൻ്റെ റെസിസ്റ്റൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 22,992. അവിടം വരെയുള്ള ഒരു ഫാൾ ബ്രേക്കൗട്ട് കിട്ടാം. അപ്പോൾ അതൊരു ടാർഗറ്റായിട്ട് അനുമാനിച്ചുകൊണ്ട് സെക്കൻഡ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാണ് ഒരു അപ്സൈഡിലേക്ക് കിട്ടുള്ളൂ. അതേപോലെയാണ് താഴത്തെ കേസ്. ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. 44 മിനിറ്റായി. രാവിലത്തെ ഈസി ആയിട്ടുള്ള മൂവ്മെൻ്റൊക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു, നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിളൊക്കെ കിട്ടി. ഇനി സേഫായിട്ടിരിക്കുക. മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞ പോലെ 500 പോയിൻ്റെങ്കിലും മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ ട്രേഡർ ആവാൻ പറ്റട്ടെ. 9:57 ഭാഗത്താണ് നമ്മളുടെ ഒരു ഏരിയ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. മൺഡേ കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർ
ഇന്നും ശനിയാഴ്ചയൊക്കെ ആയിട്ട് മാക്സിമം വീഡിയോസ് കാണുക. പബ്ലിക് ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.